പാതിവില തട്ടിപ്പ് കേസിൽ പ്രസ് ക്ലബിനെതിരെ സെക്രട്ടറി പി.കെ. സാനു രംഗത്ത്. വിഷയത്തിൽ പ്രസ് ക്ലബിന് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. അനന്തകൃഷ്ണൻ തട്ടിപ്പുകാരനാണെന്നറിഞ്ഞിട്ടും നിലവിലെ പ്രസ് ക്ലബിലെ ഭരണസമിതി നടപടി സ്വീകരിച്ചില്ല. തട്ടിപ്പ് ഒളിച്ചുവെച്ചതുമൂലം പ്രസ് ക്ലബ് പൊതുജനങ്ങളെ പറ്റിക്കാൻ കൂട്ടുനിന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇരുചക്ര വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഈ അനന്തകൃഷ്ണൻ എത്തിയ ഒരു കരാറിൽ ഏർപ്പെട്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ കരാർ ഈ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെട്ടിട്ടും തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതി ഒരു പരാതി നൽകുകയോ ആ കരാറിൽ നിന്ന് പിൻവലിച്ചതായിട്ടോ ഞാൻ അറിയാത്ത സാഹചര്യത്തിൽ ഈ കരാറിൽ ഔദ്യോഗികമായി ഒപ്പിട്ട ഒരു സെക്രട്ടറി എന്ന നിലയിൽ ഞാനത് പോലീസിന് നൽകിയ പരാതിയിൽ മൊഴിയെടുക്കാനാണ് വിളിപ്പിച്ചത്. ഞാൻ ആ പരാതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം മൊഴിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതരമായ ഈ ഒരു തട്ടിപ്പ് കഴിഞ്ഞ 2024 8-ാം മാസത്തിൽ കമ്മിറ്റിക്ക് പുതിയ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ടുവെന്നാണ് വാട്സപ്പ് മെസ്സേജുകളിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കഴിഞ്ഞ 8-ാം മാസത്തിൽ ബോധ്യപ്പെട്ട ഒരു സംഗതി, ഒരു തട്ടിപ്പ് ഒളിച്ചു വെച്ചത് വഴി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് കേരളത്തിലുള്ള നിരവധി പാവങ്ങളെ ഈ തട്ടിപ്പിന് വിധേയനാക്കാൻ കൂട്ടുനിൽക്കുകയായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്.